LDF അധികാരത്തിലിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് സമ്മതിച്ച് മുതിർന്ന CPIM നേതാവ് AK ബാലൻ. എന്നാൽ LDFനെ പിന്തുണയ്ക്കുമ്പോഴുള്ള നിലപാടല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളതെന്നും ന്യായീകരണം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലാകുമെന്നും AK ബാലൻ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചോദിക്കുന്നതിന് ഒരു സ്ഥാനവും ഒരു തെറ്റുമില്ല. അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. പണ്ട് ആ ഭീഷണിയില്ല, അതാ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഭീഷണിയും പഴയ ഭീഷണിയും രണ്ടും രണ്ടാണ്. ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത AK ആന്റണി ഇപ്പൊ ജമാഅത്തെയുമായി ഐക്യമുന്നണിയാണ്. ഏതെങ്കിലും രൂപത്തിൽ ഇവരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ജമാഅത്തിന്റെ കയ്യിലായിരിക്കും. മുന്നണിയിലായ ഒരു കക്ഷിക്ക് മന്ത്രിയാകണമെന്നില്ല. അപ്പം ഭരണത്തിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോളിസി മേക്കിങ്ങിൽ ഇടപെടാനുള്ള ശേഷി കിട്ടും. ഇന്നലെ വരെ വരാത്തൊരു വിഭാഗം ഇന്ന് രംഗത്ത് വരും. ഇവിടെ തന്നെ ഒരു വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഘട്ടത്തിൽ പോലീസ് മണത്തറിഞ്ഞല്ലോ, അവിടെ തന്നെ നിർത്തിയില്ലേ? അത് കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പോലീസ് അല്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്നും വർഗീയ ലഹളയുടെ കുരുതിക്കളാകുമായിരുന്നു. അതുകൂടി മനസ്സിലാക്കി കൊടുക്കണം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് സംബന്ധിച്ച് AK ബാലൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. പക്ഷേ UDF അധികാരത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ജമാഅത്തെ ഇസ്ലാമി ഈ സർക്കാരിൽ തന്നെ സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നുള്ള ഗുരുതരമായ വിമർശനം കൂടി ബാലന്റെ വാക്കുകളിലില്ലേ? സുജയ, തീർച്ചയായും ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും ചേർന്ന് ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിൽ വിവാദങ്ങൾ നിൽക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം AK ബാലനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അവർക്ക് ചില സ്ഥാനങ്ങൾ നേരത്തെ CPM അല്ലെങ്കിൽ LDF ഭരിക്കുന്ന കാലത്ത് കൊടുത്തിട്ടുണ്ട്. അത് നാട്ടിൽ മതേതരം നിലനിർത്തുന്ന അല്ലെങ്കിൽ മറ്റ് നടപടികൾക്ക് വേണ്ടിയാണ്. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിന്റെ നിലപാടുകളിൽ മാറ്റം വന്നു. വർഗീയവും തീവ്രവുമായിട്ടുള്ള നിലപാടുകൾ വന്നതോടുകൂടിയാണ് പിന്നീട് ജമാഅത്തുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴും UDF അവരെ ചേർത്ത് പിടിക്കുന്നു. ഇനി എന്തായാലും UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം തങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഭരണം കിട്ടിയതുകൊണ്ട് തന്നെ തങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ളത് ജമാഅത്ത് ആവശ്യപ്പെടും. അത് UDF അംഗീകരിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് AK ബാലൻ പറയുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാവാതെ പോകുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിൽ കലാപ കുരുതി കളമായി കേരളം മാറിയേനെ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ആരോപണങ്ങളും ഉൾപ്പെടെ ഇന്ന് AK ബാലൻ നടത്തുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറി എന്നാണ് AK ബാലൻ പറയുന്നത്. നേരത്തെ സ്ഥാനങ്ങൾ നൽകിയതും തുറന്ന് സമ്മതിക്കുന്നു. താങ്ക് യു ഇക്ബാൽ അറക്കൽ.